ഹൈ റേഞ്ചിലെ തണുപ്പിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഇടുക്കിയിലെ മേരികുളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. വെളുപ്പിനെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് കോടമഞ്ഞിലൂടെ നടക്കാം. കോടമഞ്ഞിലൂടെയുള്ള ഒരു നടത്തം വെറുമൊരു യാത്രയല്ല, അതൊരു സ്വപ്ന ലോകത്തു കൂടിയുള്ള സഞ്ചാരം പോലെയാണ്. പ്രകൃതി വെളുത്ത പട്ട് പുതച്ച് മയങ്ങിക്കിടക്കുന്ന ആ കാഴ്ചയുടെ മനോഹാരിത വാക്കുകൾക്ക് അതീതമാണ്. കോടമഞ്ഞിൻ്റെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം. കണ്ണെത്താ ദൂരത്തോളം വെളുത്ത പുകമറ പടർന്നു നിൽക്കുന്നു. പച്ചപ്പണിഞ്ഞ മലനിരകളെയും മരങ്ങളെയും മഞ്ഞ് താലോലിച്ച് നിൽക്കുന്ന കാഴ്ച അതീവ സുന്ദരമാണ്. ഇതൊരു പഴയ കിണറാണ്, ആരും നിലവിൽ ഉപയോഗിക്കുന്നില്ല. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാപ്പിത്തോട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും മഞ്ഞ് നമ്മെ പൊതിയുന്നത് ഒരു തണുത്ത ആലിംഗനം പോലെ അനുഭവപ്പെടും. മഞ്ഞിലൂടെ നടക്കുമ്പോൾ ലോകം മുഴുവൻ നിശബ്ദമായതുപോലെ തോന്നും. ദൂരെയുള്ള കാഴ്ചകൾ മറയുന്നതോടെ നമ്മുടെ ശ്രദ്ധ അടുത്തുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് മാറും. ഇലത്തുമ്പിലെ മഞ്ഞത്തുള്ളികളും മഞ്ഞിനിടയിലൂടെയുള്ള അതിലൂടെ അരിച്ചെത്തുന്ന നേർത്ത വെളിച്ചവും ആ നിശബ്ദതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങൾ അദൃശ്യരൂപികളെപ്പോലെ തോന്നിപ്പിക്കും. പച്ചിലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളിത്തുള്ളികൾ മുത്തുകൾ കോർത്തതുപോലെ തിളങ്ങും. വഴിയിലെ കാട്ടുപൂക്കൾ മഞ്ഞിൻ്റെ മറയത്തു നിന്ന് നാണത്തോടെ എത്തി നോക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. മുഖത്തും കൈകളിലും മഞ്ഞുതുള്ളികൾ വന്ന് തൊടുമ്പോൾ അനുഭവപ്പെടുന്ന ആ കുളിർമ മനസ്സിനെ ശാന്തമാക്കും. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ആ പുതുമയും തണുപ്പും അനുഭവിക്കാൻ കഴിയും. കാറ്റ് വീശുമ്പോൾ മഞ്ഞുപാളികൾ വകഞ്ഞു മാറുന്നതും അതിനിടയിലൂടെ മലനിരകളുടെ പച്ചപ്പ് തെളിഞ്ഞു വരുന്നതും മാന്ത്രികമായ ഒരു കാഴ്ചയാണ്. ഒരു നിമിഷം എല്ലാം മറയുന്നു, അടുത്ത നിമിഷം പ്രകൃതി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ചുരുക്കത്തിൽ, കോടമഞ്ഞിലൂടെയുള്ള നടത്തം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന, പ്രകൃതിയുമായി നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു അനുഭവമാണ്. മഞ്ഞിനിടയിലൂടെ അരിച്ചെത്തുന്ന നേർത്ത സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചവും ആ നിശബ്ദതയ്ക്ക് മാറ്റുകൂട്ടുന്നു.